അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് ചില ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 7-ാം ദിവസത്തിൽ അഖീഖ അറക്കുന്നതോടൊപ്പം ആ കുട്ടിയുടെ മുടി കളഞ്ഞാൽ ആ മുടിയുടെ തൂക്കത്തിൽ സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ സദഖ ചെയ്യൽ സുന്നത്താണ്. ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്, നിർബന്ധമായ കാര്യമല്ല. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ സഹിഹാക്കിയിട്ട് കാണുകയുണ്ടായി. അതുകൊണ്ട് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും കഴിയുമെങ്കിലും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അഖീഖ അറക്കൽ 7-ാം ദിവസത്തിൽ, അതുപോലെ തന്നെ കുട്ടിയുടെ മുടി കളയൽ, അവിടെ പ്രത്യേകിച്ച് ഹദീസിൽ കാണുന്ന ശൈലി അനുസരിച്ചിട്ട് ആൺകുട്ടിയുടേതാണെന്ന്, പെൺകുട്ടിയുടെ മുടി കളയുക എന്നത് അങ്ങനെ കളയേണ്ട ആവശ്യമുണ്ടെങ്കിൽ കളയാമെന്നല്ലാതെ സുന്നത്തായിട്ടുള്ള കളച്ചൽ ഇവിടെ ആൺകുട്ടിക്ക് മാത്രമാണ്. 7-ാം ദിവസം കളയുക എന്ന സുന്നത്തായ കളച്ചൽ, ആ കളയൽ ആൺകുട്ടികൾക്ക് മാത്രമാണ് എന്നതാണ് സബി എന്ന പദം ഉപയോഗിച്ചതുകൊണ്ടും മറ്റു ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമ അവരുടെ മുടി അങ്ങനെ റസൂലുള്ളാഹി കളയാൻ വേണ്ടി കൽപ്പിച്ച കൽപ്പനകളിൽ നിന്നൊട്ടൊക്കെ മനസ്സിലാക്കിയത് ആൺകുട്ടികൾക്ക് എന്നതാണ്, പെൺകുട്ടികൾക്ക് എന്നതല്ല. പെൺകുട്ടികളുടെ മുടി കളയണ്ട എന്നല്ല, കളയേണ്ടത് ആദ്യം ജനിച്ച ഉടനെയുള്ള മുടി നീക്കം ചെയ്താലായിരിക്കും നന്നായി മുടി വരിക എന്ന് കാണുകയാണെങ്കിൽ കളഞ്ഞോട്ടെ, അത് പ്രശ്നമില്ല. സുന്നത്തായിട്ടുള്ള കളച്ചൽ കളയാൻ ആൺകുട്ടികളുടേതാണ് കൽപ്പിക്കപ്പെട്ടത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.